നമസ്കാരം. പൊതുവെ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശേഷിപ്പിക്കുന്നത് ഒരു കൂൾ മാൻ എന്ന നിലയിലാണ്. അതായത് വളരെ സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുവ നേതാവ് എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയെങ്കിലും പക്ഷേ പൊട്ടിത്തെറിക്കേണ്ട സമയത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴറിയാം. കാരണം അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു കർണാടകയിലെ രമേശ് ജാർക്കിഹോളിയുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് മുതിർന്ന നേതാവായ രമേശ് ജാർക്കിഹോളി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു വിമത കാഴ്ചപ്പാടോട് കൂടി അദ്ദേഹം നിലനിൽക്കുമ്പോൾ കനത്ത താക്കീതായിരുന്നു രാഹുൽ ഗാന്ധി നൽകിയത്. അതായത് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നീക്കം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇനിയും പ്രശ്നമുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ഒരു കാര്യവും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. അതായത് രമേശ് ജാർക്കിഹോളി എന്ന് പറയുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്ന നേതാവ് തന്നെയായിരുന്നു. അതേപോലെ കോൺഗ്രസിൽ വിമത നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിമത രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്കൊക്കെ രാഹുൽ വലിയൊരു താക്കീത് നൽകി. അതായത് നേരെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസുമായി പ്രവർത്തിക്കാം, പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം കോൺഗ്രസ് തരുക തന്നെ ചെയ്യും, തള്ളിക്കളയില്ല. ഇത് പുതിയ നീക്കങ്ങളാണ്. പക്ഷെ പ്രവർത്തിക്കാതെ പുറത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ശക്തമായ താക്കീത് നൽകി പുറത്തയക്കുമെന്ന് രാഹുൽ ഗാന്ധി രോഷകുലനായി കർണാടകയിൽ പറയുകയുണ്ടായി. അതിനപ്പുറം DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ കൃത്യമായി രാഹുലിന്റെ നിർദ്ദേശങ്ങൾ കേട്ട് കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി കോൺഗ്രസിനെ കർണാടകയിൽ അടിവേരുറപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഒപ്പം മമതയ്ക്ക് രാഹുല് ഒരു വലിയ താക്കീത് നൽകിയിരുന്നു. അതായത് മമത കോൺഗ്രസുമായി ഒന്നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നേരിടാം എന്നുള്ളത്, അതായത് ഒരു നീക്കുപോക്കുകൾക്ക് തയ്യാറാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ, കോൺഗ്രസുമായി ഒത്തുചേരുന്നില്ല എന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കനത്ത രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് ഇനി മമതയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമില്ല, അവിടെ കോൺഗ്രസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നു. ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ നീക്കുപോക്കുകൾ സൂചിപ്പിക്കുന്നത് രാഹുലിന്റെ ഒരു പുതിയ രൂപമാറ്റങ്ങളാണ്. അതായത് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ കർണാടകയിലെ ഭരണം അത് അങ്ങനെ തള്ളിക്കളയാനൊന്നും രാഹുൽ തയ്യാറല്ല. അവിടെ നിൽക്കേണ്ട പോലെ നിൽക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അതായത് അവിടെ ഇനി പൊട്ടിത്തെറിക്കേണ്ട ഒരവസരമുണ്ടായാൽ, അല്ലെങ്കിൽ അവിടെ കായികപരമായിട്ടാണെങ്കിലും ഇനി ആശയപരമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കർണാടകയുടെ ഭരണം നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ കനത്ത രീതിയിലുള്ള പ്രഹരങ്ങളാണ് വിമതർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിമതർ പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് BJP കോൺഗ്രസിൽ നിന്നും വരുന്ന ഈ വിമതരെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് BJP പരസ്യമായി തുറന്ന് പറഞ്ഞിട്ടുണ്ട്, വരുന്നവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യും, ഞങ്ങളിലേക്ക് വരാമെന്നുള്ളത്. പക്ഷേ അപ്പുറത്ത് JDS ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ അകത്ത് അഴിച്ചുപണി നടക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ നട്ടെല്ല് നിവർത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം കർണാടകയിലുണ്ട്. അതിന് കൂട്ടുകൂടാൻ ശിവകുമാറും സിദ്ധരാമയ്യെ പോലെയുള്ളവരുണ്ടെങ്കിലും രാഹുൽ ഒരു മുഖച്ഛായ മാറ്റി, ഒരു പ്രതിച്ഛായ മാറ്റി കോൺഗ്രസിന്റെ മുന്നേറ്റത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ രാഹുലിന്റെ സ്വഭാവ രീതികളിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കർണാടകയിൽ വലിയ രീതിയിലുള്ള നീക്കുപോക്കുകൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BJP അവിടെ കൃത്യമായ അവരുടെ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കർണാടകയെ എടുത്തു നിൽക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് BJPയും കർണാടകയെ കാണുന്നുള്ളത്. അവരുടെ സർവേ പ്രകാരം BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സർവേ BJPയുടെ പാർട്ടിക്കകത്ത് നിന്നുണ്ടായ സർവേയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അതേപോലെ കോൺഗ്രസിന് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിമത നീക്കങ്ങളെ, പാർട്ടിക്കകത്ത് നിന്നുയരുന്ന പാർട്ടിക്കെതിരായിട്ടുള്ള ശബ്ദങ്ങളെ ഒതുക്കി നിർത്തി ഒന്നെങ്കിൽ സംയമനമായി അവരെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ അവരെ പുറത്താക്കി കോൺഗ്രസിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നേറിയാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടക കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുമെന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.